സ്വതന്ത്ര പരമാധികാര രാജ്യമായ കേരളത്തിന് സ്വന്തം വിദേശകാര്യമന്ത്രിയെയൊക്കെ കിട്ടിയതിൻ്റെ ഗുണമൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. കേരള രാജ്യത്തെ സ്കൂളുകളിലെ അറബി ഭാഷാ പഠനത്തിന് ഇനി സൗദി സർക്കാരുമായി സഹകരണം ഉണ്ടാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വരുന്ന വാർത്ത. വയനാട് ദുരന്തത്തിന്റെ വാർത്തകളുടെ മറവിൽ കാര്യം സാധിച്ചെടുക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഹിന്ദു വിശ്വാസ് ചാനലിന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങൾ. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലും മറ്റും അറബി വിദ്യാഭ്യാസം വളരെ മോശമായതിനാൽ അറബി വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുവാൻ പെട്രോൾ ഡോളർ ശക്തിയും ഇസ്ലാമിക രാഷ്ട്രവുമായ സൗദി അറേബ്യയിലെ സർവകലാശാലകൾ ഇനി മുതൽ കേരളത്തിലെ അറബി അധ്യാപകർക്ക് പരിശീലനവും ധനസഹായവും നൽകുമത്രേ. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ പറ്റി പഠിച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുന്നവന് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത രീതിയിലാക്കിച്ച സർക്കാർ സ്ഥാപനമായ SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനാണ് സൗദി അറേബ്യൻ സർവകലാശാലകളുടെ സഹായത്തോടുകൂടി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ അറബി ഭാഷാ പ്രാവീണ്യം കൂട്ടാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നോർക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുൻപാകെയാണ് ഉള്ളത്. ഉടൻ തന്നെ SCERT ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ സൗദി അറേബ്യൻ എംബസി സന്ദർശിച്ച അവരുമായി ചർച്ച ചെയ്ത് ഈ തീരുമാനം കേരളത്തിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഹൈസ്കൂളുകൾക്ക് താഴെയുള്ള ഏകദേശം 5509 സ്കൂളുകളിലായി 6703 അറബി അധ്യാപകരാണ് ഇപ്പോൾ 9,32,000 സ്കൂൾ വിദ്യാർത്ഥികളെ അറബി പഠിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 3000 കുട്ടികളും 200 അധ്യാപകരും ഈ രംഗത്ത് തന്നെയുണ്ട്. ഈ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം വർദ്ധിപ്പിച്ച് അതിൽ കൂടി കേരളത്തിൽ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പിന്നിലെ ഘടകം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വിദേശ രാജ്യത്തിന്റെ സഹകരണത്തോടുകൂടി അറബി വിദ്യാഭ്യാസ പ്രോത്സാഹനം നടത്തുന്നത് ഒരു തെറ്റായ നയവും രാജ്യത്തിന്റെ വിദേശ നയത്തിന് എതിരാകും എന്നുള്ളതുമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭർ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ സെക്രട്ടറിയും പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളും വിദ്യാഭ്യാസ വിചക്ഷണരും ഉൾപ്പെടുന്ന സമിതിയാണ് SCERTയിൽ ഉള്ളത്. ഭാരതത്തിന്റെ സ്വന്തം ഭാഷയായ സംസ്കൃതത്തിന് യാതൊരു പ്രാധാന്യം നൽകാത്ത സംസ്ഥാന സർക്കാർ അറബി ഭാഷാ പഠനത്തിന് ഇത്രമാത്രം പ്രാധാന്യവും ഇത്രമാത്രം പ്രോത്സാഹനവും നൽകുന്നതിന് പിന്നിലെ രഹസ്യം ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത് തന്നെയാണ്. കേരളത്തിലെ ഭൂരിപക്ഷമാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് വീണ്ടും ഒരു 3ാം ഇടത് സർക്കാർ എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. വിദേശ രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർക്കുവാൻ നടക്കുന്ന നടപടിയിൽ പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയരാൻ സാധ്യത വളരെ കൂടുതലുമാണ്.